ഹലോ ഗുഡ് മോർണിംഗ്. ഒരുപാട് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ നിന്ന് ചെറിയൊരു തുടക്കം വെച്ചതാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും മാക്സിമം ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 6:56 എണീറ്റത്. കാരണം മോൾക്ക് സ്കൂളില്ല. അവൾക്ക് സ്കൂളുള്ള സമയത്ത് 6:30 അവളെ ബസ് വരും, അപ്പോഴേക്കും വിടണം. ഇപ്പോൾ ഏട്ടനെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ മതി. പിന്നെ ഇന്ന് നല്ല മഞ്ഞാണ്. സാധാരണ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ചെറിയൊരു വെയിലെങ്കിലും വരാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വെയിലില്ല, നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ ഉണർന്നപാട് ഞാൻ കുറച്ച് വെള്ളം വെക്കും. കാരണം ഇത് ചൂടായിട്ട് വേണം ബ്രഷ് ചെയ്യാനും, പിന്നെ കുറച്ച് പാത്രമോ അല്ലെങ്കിൽ കറിക്ക് എന്താണ് അതൊക്കെ കഷ്ണങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ കറിയും നമ്മുടെ ഈ ചോളപ്പുട്ടുമാണ് ചുടുന്നത്. ചെറുപയർ കറിയിലേക്ക് സാധാരണ സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ. പിന്നെ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവാണ്. ഇതിവിടെ 100 രൂപയ്ക്ക് 3 തേങ്ങയാണ് കിട്ടുക. കാമ്പ് കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെ തേങ്ങയാണ് ഒരുവിധം ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. തേങ്ങ ചിരവുന്ന കണ്ടാൽ ആൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. ഇയാൾക്ക് 3 വയസ്സാണ്. അവൻ ഇനിയിപ്പോൾ മാർച്ചിൽ ഞങ്ങൾ നാട്ടിൽ പോയി വന്നിട്ട് വേണം സ്കൂൾ ചേർത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന റോബസ്റ്റ് പഴം സ്മൂത്തി കുടിക്കാൻ വേണ്ടിയിട്ടോ. ഞങ്ങൾ രണ്ടുപേരും രാവിലെ സ്മൂത്തി കുടിക്കും, നട്ട്സ് പൗഡറൊക്കെ ചേർത്തിട്ട്. അപ്പോൾ സ്മൂത്തിക്ക് വേണ്ടി ബേസിൽ സീഡ് ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിനും. അപ്പോൾ പാലിലേക്ക് 2 സ്പൂണ് നട്ട്സ് പൗഡറും, പിന്നെ ഈ പൗഡർ തയ്യാറാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാജു തീർന്നു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു 4 കാജു ഇടുന്നുണ്ട്. പിന്നെ റോബസ്റ്റ കുഞ്ഞായതുകൊണ്ട് 2 റോബസ്റ്റ ഇടുന്നുണ്ട്. പിന്നെ ഏട്ടന് സ്മൂത്തിയിലേക്ക് ഞാൻ തേൻ ഒഴിച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് സ്മൂത്തി അടിക്കുമ്പോൾ തേൻ ഞാൻ ഒഴിക്കാറില്ല. കാരണം എനിക്ക് ആ പഴത്തിൻ്റെ ടേസ്റ്റ് മതി, മധുരം മതി, വേറെ എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമില്ല. ക്യാമ്പിൽ ഒരുവിധം ക്വാർട്ടറിൻ്റെ സൈഡിലൊക്കെ തന്നെ നല്ലപോലെ തേനീച്ച കൂട് വരും തണുപ്പ് സമയത്ത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട്, അതായത് ഇവ കുത്തിയാലൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പുറമേ നാളെ കൊണ്ടുവന്നിട്ട് തേനെടുപ്പിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണിത്. ഇത് ലിറ്ററിന് 500 രൂപയാണ് തേനിന്. പിന്നെ ഇന്ന് ചോളപ്പുട്ടും ചെറുപയർ കറിയും സ്മൂത്തിയും ഏട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കാറുണ്ട്. കുറച്ച് വെള്ളത്തിലേക്ക് ഇഞ്ചി ചതച്ചിട്ടിട്ട് തേൻ ഒഴിച്ച് കുടിക്കും. അതായത് ചൂടോടെ തേൻ ഒഴിക്കില്ല, വെള്ളം ഒന്ന് തണിഞ്ഞതിന് ശേഷം കുറച്ച് തേൻ ഒഴിച്ച് ആ വെള്ളം കുടിക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ സ്മൂത്തി കുടിക്കാറുള്ളൂ. സ്മൂത്തി മാത്രമേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാറുള്ളൂ. ആവശ്യത്തിന് പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. തണുപ്പ് തുടങ്ങിയ പിന്നെ വെള്ളം കൂടി പൊതുവെ എല്ലാവരും വളരെ കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ കൊടുക്കും. തിരിച്ച് വരുമ്പോഴേക്കും ഇത് തീർക്കണമെന്നും പറയും. അപ്പോൾ അങ്ങനെയെങ്കിലും വെള്ളം കുടിക്കും. കാരണം വളരെ കുറവാണ് വെള്ളം കൂടി ഇപ്പോൾ എല്ലാവരും ഇവിടെ. മക്കളെ പിന്നെ ഞാനിവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കും. പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കിൽ എപ്പം കരുതി വെക്കും. കാരണം തണുത്ത വെള്ളം കൊടുത്താൽ പെട്ടെന്നാണ് ആൾക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ വരിക. ഇനിയിപ്പോൾ ഞങ്ങളുടെ കലാപരിപാടിയാണ്. ബ്രഷ് ചെയ്തു, മോന് ഭക്ഷണം കൊടുത്തു. അവന് ചെറുപയറും പുട്ടും അതിൻ്റെ കൂടെ ഒരു പഴം കൂടി ഭയങ്കര ഇഷ്ടമാണ്. മോൾ ഉണർന്നിക്കില്ല, അവൾ നല്ല ഉറക്കമാണ്. സ്കൂളില്ലാത്തതിനെ കൊണ്ടല്ലേ എന്ന് കരുതി വിളിക്കാറില്ല, കുറച്ച് ലേറ്റാവും. പിന്നെ ഞാൻ എൻ്റെ സ്മൂത്തി പരിപാടി നടത്തി. ഇന്നലെ തുണി അലക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അത് മെഷീനിലിട്ടു. ഇനി അതൊന്ന് അയലിടണം. കാരണം ഇന്ന് എന്തായാലും ഇത് ഉണങ്ങി കിട്ടില്ല. പിന്നെ വാഷിംഗ് മെഷീനുള്ളത് വലിയൊരു ഉപകാരമാണ് തണുപ്പ് സമയത്ത്. അതിനിടയിൽ എൻ്റെ ആൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അവന് ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണം ഫുൾ ടൈം. അപ്പോൾ ഞാൻ തുണി അയലിലൊക്കെ ഇട്ടു. പിന്നെ തുളസിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. തുളസി മാത്രമേ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, ചെടികളൊന്നും വെക്കലില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാണ്ടായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മോളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രം വർഷത്തിൽ 1 പ്രാവശ്യമേ പോകാറുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിൽ പോയതാണ്. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ഇന്ന് ബീൻസ് തോരനും, പിന്നെ ഇന്നലെ കുറച്ച് മീൻ കിട്ടി. അതായത് നല്ല ഫ്രഷ് കുഞ്ഞു മീനില്ലേ, നമ്മുടെ നത്തല. കൂടാതെ വേറൊരു മീനുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ആ 2 മീൻ ഞാൻ ഇന്നലെ വാങ്ങിയിട്ട് വന്നത്. ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞു മീൻ പൊരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി രാവിലെ തന്നെ അതൊക്കെ തണുപ്പ് പോകാൻ വേണ്ടി എടുത്തു വെച്ചു. പിന്നെ ഫ്ലാസ്കിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു. മോൾ എണീക്കുമ്പോഴത്തേക്ക് അവൾക്ക് പുട്ടും റെഡിയാകാൻ വെച്ചു. പിന്നെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ദോശമാവ് അരച്ചു വെച്ചു.